ഡ്രസ്സിന്റെ സ്റ്റൈൽ ആകെ മാറി. പുതുപുത്തൻ ഫാഷനുകൾ, ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് റേറ്റ്. യെസ്, അപ്പോൾ ആഘോഷിക്കാം ഈ ഓണം സിറ്റി സിൽക്സ് സ്റ്റൈലിനൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ടാറ്റക്കാരനൊപ്പം ഐശ്വര്യ വീട്ടിലെത്തിക്കൂ. 4.9 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിൽ. ഗൾഫിലൊക്കെ ഈ സാധനം ലോറിയിലെ റോട്ടിൽ കൂടെ ഓടിക്കാൻ പാടില്ല. പണ്ട് ഈ സാധനം റോട്ടിൽ കൂടെ ഓടിച്ചിട്ട് ഒരു കുട്ടികൾ കുറേ പേര് മരിച്ചു. ഈ സ്കൂൾ ബസ്സിലേക്ക് ഈ സാധനത്തിൻ്റെ മേലിരുന്ന സാധനം തട്ടി. അതിനുശേഷം അവിടെ അത് ബാൻ ചെയ്തു. എനിക്ക് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് റോട്ടിൽ കൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, ലോറിയിലാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ. ഇന്ത്യയിൽ മാത്രമാണ് ഇത് റോട്ടിൽ കൂടെ ഓടിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. JCB ഇതിനായിട്ട് ലോറിയുടെ അഡീഷണൽ കോസ്റ്റും ആവും. അതുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ അത് നേരെ വയ്ക്കാത്തത്. JCBയുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ടൈം വയ്ക്കാം അവർക്ക്. അതായത് രാവിലെ 8 മുതൽ 6 വരെ ബാൻ ചെയ്യാം. അത് പോകണമെന്നുണ്ടെങ്കിൽ മുമ്പ് പോകണമെന്ന് പറയണം. ഈ അവർക്ക് ഏതെങ്കിലും സൈറ്റുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ ജനറൽ ട്രാഫിക് വരുന്നതിന് മുമ്പ് ഇത് പോകണം എന്നുള്ള രീതിയിൽ അവർക്ക് റൂൾസിൽ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം രാവിലെ 9-നും 10-നും ഏറ്റവും ഹെവി ട്രാഫിക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു 10 JCBസിൻ്റെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനൊരു ടൈം അവർക്ക് രാവിലെ 8 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 7 മണിക്ക് മുമ്പോ JCB സൈറ്റിലെത്തിക്കോളണം. അപ്പോൾ അവരുടെ റെസ്ട്രിക്ഷൻ അവരുടെ ട്രാവലിംഗ് ടൈം നൈറ്റ് 10 o'clock മുതൽ രാവിലെ 7 o'clock വരെ ആകുന്നു ജനറൽ റോട്ടിൽ കൂടെ. അങ്ങനെ മാറ്റാം. ഈ JCB ഫുൾ ടൈം അതിൻ്റെ ട്രാവലിംഗ് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അവരൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടില്ല അടുത്ത സൈറ്റിലേക്ക് പോകും. അപ്പോൾ അതിനൊരു ടൈം ഫ്രെയിം കൊടുക്കാവുന്നതുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലോറി കയറ്റി കൊണ്ടുപോകണമെന്ന് പറയണം. നൈറ്റിൽ 10 o'clock മുതൽ രാവിലെ 7 o'clock വരെ ശരിക്കും JCBക്ക് ടൈം റോട്ടിൽ കൂടെയുള്ള റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നുള്ളൂ ഇന്ത്യയിലാണെങ്കിൽ. 11 o'clock മുതൽ 7 o'clock വരെ എന്ന് പറഞ്ഞാൽ അധികം ട്രാഫിക് റോട്ടിലില്ല. ആ സമയത്ത് കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് പോകണമെന്നുണ്ടെങ്കിൽ ലോറി കയറ്റി കൊണ്ടുപോകണം എന്നുള്ള നിയമം കൊണ്ടുവരണം. ഫെസ്റ്റിവൽ വന്നു. ഓണം ശരിക്കും ഒരു അസുരാക്കിങ് ആയിരുന്നു. മഹാബലി അസുരാക്കിങ്. പുള്ളിയുടെ റോള് ഭയങ്കര അടിപൊളിയായിരുന്നു. അതുകൊണ്ട് പുള്ളി ഒരു അസുരാക്കിങ് ആണെങ്കിലും ഈസ് റെസ്പെക്റ്റഡ് ബൈ എവരി വൺ, ഇൻക്ലൂഡിങ് നമ്മുടെ അവിടുത്തെ ഹിന്ദു ഇതിലുള്ള മെയിൻ ഗോഡ്സായ വിഷ്ണുവും ശിവയും പിന്നെ ഇങ്ങനെ എല്ലാ ഗോഡ്സും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാഗണി. ഈവൻ പുള്ളി ഒരു അസുര കിങ് ആണെങ്കിൽ ഹി വാസ് റെസ്പെക്റ്റഡ് ബൈ അതർ പീപ്പിൾസ്. പുള്ളിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഹെഡ് ഓഫീസും പാലസും ഒക്കെ തൃക്കാക്കരയാണ്. തൃക്കാക്കരയ്ക്ക് പേര് വരാൻ, തൃക്കാക്കര എന്നുള്ള പേര് വരാൻ കാരണം തിരുകാൽക്കര എന്ന്, അതായത്
ലോർഡ് വിഷ്ണുവിൻ്റെ കാല് അവിടെ ഒന്ന് പതിച്ചു. ആറ്റുതലയിൽ വാമനൻ്റെ കാല്, ലോർഡ് വിഷ്ണു വാമനായിട്ട് വന്ന് പുള്ളിയുടെ കാല് 3ാമത്തെ ഫീറ്റ് തൃക്കാക്കരയിലുള്ള മഹാബലിയുടെ പാലസിൻ്റെ അടുത്തുള്ള ടെമ്പിൾ. ആ ടെമ്പിൾ ഇപ്പോഴും ഉണ്ട്, തൃക്കാക്കര ടെമ്പിൾ. അപ്പോൾ ആ പാലസിൻ്റെ അടുത്തുള്ള ടെമ്പിളിൽ അവിടെയാണ് പതിച്ചത്. അതുകൊണ്ടാണ് തിരുകാൽക്കര. തിരു എന്ന് പറഞ്ഞാൽ ദ ഹോളി ഫുട്ട്. തിരുകാൽ എന്ന് പറഞ്ഞാൽ ഹോളി ഫുട്ട് ഓഫ് മഹാവിഷ്ണു. അപ്പം അങ്ങനെയാണ് തിരുകാൽക്കരയാണ് തൃക്കാക്കര ആയതെന്നാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ ക്യാപിറ്റലായിരുന്നു തൃക്കാക്കര ഏരിയ. അല്ല, മഹാവിഷ്ണുവിൻ്റെ അല്ല, മഹാബലിയുടെ ക്യാപിറ്റലായിരുന്നു പ്രസന്റ് തൃക്കാക്കര. ആ ടെമ്പിളിൻ്റെ അടുത്തെങ്ങാണ്ടാണ് പുള്ളിയുടെ പാലസ് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒന്നെങ്കിൽ ആ ഇപ്പോഴത്തുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കോമ്പൗണ്ടോ അല്ലെങ്കിൽ കുസാറ്റിൻ്റെ കോമ്പൗണ്ടോ എല്ലാം ആയിരുന്നായിരിക്കും പുള്ളിയുടെ പഴയ പാലസ് ഇരുന്ന സ്ഥലം. ഇതൊക്കെ ഒരു ഐതിഹ്യങ്ങളാണ്. ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ടെമ്പിൾ മാത്രമേ ഉള്ളൂ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിട്ടുള്ളത്, തൃക്കാക്കര ടെമ്പിൾ. ബാക്കി വലിയ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒക്കെ കുറവാണ്. ഐതിഹ്യങ്ങൾക്ക് അങ്ങനെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് കുറവാണ്. വേറെ ഒരു റിമെയിൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടെമ്പിൾസ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക് എവിഡൻസ് എന്ന് പറയാൻ മാത്രമുള്ള, അത് മിക്ക ഒരു റിലീജിയനും വലിയ ഹിസ്റ്റോറിക് എവിഡൻസ് ഒന്നും ഏത് റിലീജിയനുള്ള കാര്യമായ ഹിസ്റ്റോറിക് എവിഡൻസ് ഒക്കെ കുറവാണ്. ഇതൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ആളുകൾ എഴുതി വെച്ചേക്കണം പറഞ്ഞ് കേട്ടേക്കണായിട്ടുള്ള കാര്യങ്ങളല്ലാതെ അതിനൊരു 100% ഹിസ്റ്റോറിക് എവിഡൻസ് ഉള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കാരണം അന്ന് വീഡിയോയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഡോക്യുമെൻ്റഡ് എവിഡൻസ് കുറവാണ്. എഴുതി വെച്ചതിൽ തെറ്റ് വരാൻ പാടില്ല. അപ്പോൾ നേരെ വെച്ചാൽ വീഡിയോ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ അത് നമുക്ക് ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സംഭവം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു റിലീജിയനും വലിയ ഹിസ്റ്റോറിക് എവിഡൻസ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. അതിപ്പോൾ ഹിന്ദുയിസം മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയിലും സെയിം സിറ്റുവേഷനാണ്, ഇസ്ലാമിലും സെയിം സിറ്റുവേഷനാണ്, എല്ലാ റിലീജിയനും സെയിം സിറ്റുവേഷനാണ്. ഹിസ്റ്റോറിക് എവിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വീഡിയോ ഇല്ലല്ലോ. വീഡിയോ ഉണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഒരു ഡോക്യുമെൻറ്റഡ് എവിഡൻസ് നമുക്ക് പറയാൻ പറ്റില്ല.